പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പിന്നാലെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു കാര്യം ആ ജീവിതത്തെ നോക്കി നമുക്ക് പറയാം. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു. ഒരിക്കൽ ഞാൻ എൻ്റെ ആശ്രമത്തിലായിരിക്കുമ്പോൾ, കോട്ടയ ആശ്രമത്തിൽ വെച്ചാണ്, ഒരു ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഒരമ്മ എൻ്റെ അടുത്ത് വന്നു. ആ അമ്മ എന്നോട് പറഞ്ഞു, എനിക്കൊരു വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല, ആ വചനം എനിക്കൊട്ടും മനസ്സിലാകുന്നില്ല, എനിക്ക് ആ വചനം അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു, ഏത് വചനം? ഈ അമ്മ എന്നോട് പറഞ്ഞു, റോമ 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിക്കുന്നവർക്ക് അവിടുന്ന് സകലതും നന്മയായിട്ട് മാറ്റും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിലേതാ മനസ്സിലാകാത്തത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ഈ അമ്മ പറഞ്ഞു, എന്നെപ്പോലെ ദൈവത്തെ സ്നേഹിക്കുന്ന ആരാ ഉള്ളത്? ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞേ? എൻ്റെ അച്ഛ, രാവിലെ കപ്പ്യാർ പള്ളി തുറക്കുമ്പോൾ ഞാൻ പള്ളിമുറ്റത്തുണ്ട്. പള്ളിയിൽ നിന്ന് മാതാവിൻ്റെ ഗ്രോട്ടോയിൽ പോയി പ്രാർത്ഥിക്കും. അവിടുന്ന് വീട്ടിൽ വന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ പോട്ടയാശ്രമത്തിലേക്ക് വരും. പിന്നെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥന. അച്ഛാ, ഇത്രയും ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന്. ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർ ഒന്ന് കരമുയർത്ത്. അപ്പോൾ കരമുയർത്തിയിട്ട് എല്ലാവരും പറയുന്നത്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾ പള്ളിയിൽ പോകുന്നു, അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അർത്ഥം എന്താണ്? യോഹന്നാൻ 14:15, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. 1 യോഹന്നാൻ 5:3, ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പന പാലിക്കുക എന്നതാണ് അർത്ഥം. ശ്രദ്ധിക്കുക, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയായിട്ട് മാറും. എന്നാൽ വചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പന പാലിക്കുക എന്നതാണ് അർത്ഥം. ഞാൻ ആ വചനത്തെ ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്, ദൈവകൽപ്പന അനുസരിക്കുന്നവർക്ക് എല്ലാം നന്മയായിട്ട് മാറും. നമ്മൾ ഔസേപ്പിതാവിനെ കുറിച്ച് പറയുന്നത്, അവൻ നിദ്രയിൽ നിന്ന് ഉണർന്ന് ദൈവം കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. ദൈവകൽപ്പന നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ദൈവകൽപ്പന നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ദൈവകൽപ്പനയ്ക്ക് എന്ത് പ്രാധാന്യം കൊടുക്കുന്നു? ഇതൊരു ധ്യാനമായിട്ട് പോകുമ്പോൾ ദൈവകൽപ്പന അനുസരിക്കുന്ന ഒരു കുടുംബമാണോ? ദൈവകൽപ്പനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കുടുംബമാണോ എൻ്റെ കുടുംബം? ഇതാണ് ജോസഫ് ചോദിക്കുന്ന ചോദ്യം. ബൈബിളിൽ 8500ഓളം വാഗ്ദാനമുണ്ടെന്ന് പറയുന്നു. ഈ 8500 വാഗ്ദാനങ്ങളും കിടക്കുന്നത് ഒരു കൽപ്പനയുടെ കീഴിലാണ്. ആദ്യത്തെ കൽപ്പന, എല്ലാറ്റിനും ഉപരി ദൈവത്തെ സ്നേഹിക്കുക. ജോസഫ് തന്നെക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിച്ചപ്പോഴാണ് രക്ഷ വന്നത്. തന്നെക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിച്ചു. നമ്മളോട്, നമ്മുടെ കുടുംബത്തോട് ജോസഫ് പറയുന്ന ഒരു കാര്യമിതാ, ദൈവത്തിന് ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ടോ? ദൈവകൽപ്പനകൾ പാലിക്കുന്ന
ഒരു കുടുംബമാണോ എൻ്റേത്? എന്നെ ചിന്തിപ്പിച്ച ഒരു സംഭവം. ഞാൻ കുറേ വർഷങ്ങൾ ഞങ്ങളുടെ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് ഡയറക്ടറായിരുന്നു. മലബാറിൽ, വയനാട്ടിൽ ഒരു വീട് സന്ദർശനത്തിന് പോയത് ഞാൻ ഓർക്കുകയാണ്. ഞങ്ങളൊക്കെ നാട്ടിൽ നിന്ന്, വൈക്കമൊക്കെയാണ് എൻ്റെ വീട്. അവിടുന്ന് വരുമ്പോൾ ഈ മല കയറാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു വീട്, ഒരു ചെറിയ കുന്നിൻ്റെ മുകളിൽ, ഒരു ചെറിയ കുന്ന് കയറണം. ഞാൻ കഷ്ടപ്പെട്ട് ആ വീട്ടിൽ ചെന്നു. അപ്പോൾ ഈ നമുക്കറിയാമല്ലോ, നാട്ടിൻപുറത്തെ വയനാട്ടിലെയൊക്കെ ചേട്ടന്മാർ ഒരു മുണ്ടെടുത്ത് തോർത്തൊക്കെ ഒരു തോളിലിട്ട്, അങ്ങനെ ഒരു സാധാരണ ഒരപ്പനും അമ്മയും. എനിക്ക് ഈ വീട് കയറി ചെന്നപ്പോൾ ഞാൻ ഇത്തിരി മടുത്തത് കൊണ്ട് ഞാൻ അവരുടെ തിണ്ണയിലിരുന്നു, കസേര ഇട്ട് തന്നു. അപ്പോൾ നല്ല വൃത്തിയായ തിണ്ണ, ഞാൻ ആ തിണ്ണയിൽ തന്നെ ഇരുന്നു. നല്ല പൊക്കമുണ്ട്, നമുക്കിരിക്കാൻ പാകത്തിന്. അപ്പോൾ ഒരു തിണ്ണയിലിരുന്നു ഞാൻ. അപ്പോൾ അവിടെ കുറേ മൂലയ്ക്ക് ചേന കിടപ്പുണ്ട്, കൊക്കോക്ക കിടപ്പുണ്ട്, കാപ്പിക്കുരു കിടപ്പുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ ചുറ്റുമുണ്ട്. അങ്ങ് അതിൻ്റെയൊക്കെ ഒരു മണമുണ്ട്. ഞാൻ ഈ ക്ഷീണിച്ചത് കൊണ്ടും ഞാനിവിടെ ഇരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ അകത്തേക്ക് ഇരിക്കാം. അകത്തേക്ക് എന്നെ കൊണ്ടുപോയി ഇരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരുഹൃദയത്തിൻ്റെ രൂപത്തിലേക്ക് തിരിഞ്ഞപ്പോൾ അവിടെ തിരുഹൃദയത്തിൻ്റെ രൂപം കിടക്കുന്നു. തൊട്ടിപ്പുറത്ത് ഒരു ഫ്രെയിം ചെയ്ത ഒരു ഫ്രെയിം. അപ്പം ഞാൻ നോക്കി, ആദ്യമായിട്ടാണ് തിരുഹൃദയത്തിൻ്റെ രൂപത്തിൻ്റെ താഴെ ഒരു ബൾബ് കത്തിച്ചിട്ടുണ്ട്. ഈ ഫ്രെയിമിൻ്റെ അടിയിലും ഒരു ബൾബ് കത്തിച്ചിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ 10 കൽപ്പനകൾ ഒരു ഫ്രെയിം ചെയ്ത് വച്ചിരിക്കുന്നു. ആദ്യമായിട്ടാണ് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ അങ്ങനെ കാണുന്നത്. അപ്പോൾ ഞാൻ പ്രാർത്ഥനയെ കഴിഞ്ഞിട്ട് ചോദിച്ചു, എൻ്റെ ഏതാണ്ട് വീട് സന്ദർശനം തീർന്നു, അവിടുന്ന് ഭക്ഷണം കഴിച്ച് പിരിയുന്നു, അപ്പോൾ എനിക്ക് സമയമുണ്ട്. ഞാൻ ചോദിച്ചു, ഞാൻ ഒരു വീട്ടിലും ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് കുറച്ച് പശുക്കളുണ്ട്, കൃഷിയുണ്ട്, ഇതെല്ലാം ദൈവം തന്നതാ, അതെല്ലാവരും പറയുന്നതാ, അതുകൊണ്ട് ഞാനത്ര കാര്യമാക്കിയില്ല. ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ എനിക്കൊരു അനുജനുണ്ടായിരുന്നു, നാട്ടിലായിരുന്നു. അനുജൻ എപ്പോഴും സ്വത്തിനെ പ്രതി ആകുലതയായിരുന്നു. അങ്ങനെ അപ്പൻ സ്വത്ത് ഭാഗിച്ചു, വീടും വീടിരിക്കുന്ന പുരയിടവും അനിയന് കൊടുത്തു. പുറകിലുള്ളൊരു സ്ഥലമാണ് എനിക്ക് തന്നത്. എന്നിട്ട് അപ്പനൊരു കാര്യം കൂടി പറഞ്ഞു, അത് മുഴുവൻ പാറയാ, നീ അവിടെ വേല ചെയ്യാൻ നിൽക്കണ്ട, നീ അത് വിറ്റിട്ട് എങ്ങോട്ടെങ്കിലും പോ. അച്ഛാ അപ്പന് എനിക്കൊന്നും തന്നില്ല എന്നൊരു ദുഃഖം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനത് അന്ന് വിറ്റു. അപ്പൻ കുറച്ച് പണം കൂടി തന്നു. ഞങ്ങൾ ഇവിടേക്ക് വന്നു, ഇവിടെ ഈ കുന്ന് മേടിച്ചു, കുറേ അധ്വാനിച്ചു. ഇപ്പോൾ ദൈവം എല്ലാം തന്നു, ഞാൻ കെട്ടിയതായി വീട്. അപ്പൻ എന്നോടൊരു കാര്യം പറഞ്ഞുള്ളൂ, മോനെ നീ ഒരു കാര്യം ഓർക്കണം, ദൈവകൽപ്പന ഒന്നും തെറ്റിക്കാതെ ജീവിച്ചോളണം. അച്ഛാ ഞാനിവിടെ വന്നു, എനിക്ക് 4ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. 4ാം ക്ലാസ് പഠിത്തം നിർത്തി അപ്പനോടൊപ്പം പണിക്കിറങ്ങിയതാ. പെൺപിള്ളേരായിരുന്നു, അവരെ കെട്ടിച്ചു വിടാൻ വേണ്ടി. പിന്നെ ഇങ്ങോട്ട് പോന്നു, ഇവിടെ വന്നിട്ട് അധ്വാനം. അച്ഛാ ഇന്ന് ഞങ്ങൾക്ക് ഈ കാണുന്ന കൃഷിയിടമുണ്ട്, ഇന്ന് ഞങ്ങൾക്ക് ഈ കാണുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ഒരു തോർത്തുമുണ്ട് മാത്രം തോളിലിട്ട് ഒരു കൈലുമുണ്ട് ചുറ്റി അവിടെ നിൽക്കുകയാണ്. ഭാര്യയും നിപ്പുണ്ട്. അപ്പം എന്നോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ മനസ്സുകൊണ്ട് ഒരു കൽപ്പനയും തെറ്റിച്ചിട്ടില്ല അച്ഛാ. ഞാനിങ്ങനെ ഇത് കേട്ടിരിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് ഏറ്റവും വലിയ സങ്കടം 3ാമത്തെ കൽപ്പനയെക്കുറിച്ചായിരുന്നു. ഞാൻ ചോദിച്ചു, അതെന്താ? കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം, അന്നൊരു വേലയും ചെയ്യരുത്, അന്നൊരു വേലയുടെയും കൂലി എടുക്കരുത്. ഞാൻ പറഞ്ഞു, അതിനാ ഇത്ര പ്രശ്നം? അല്ലച്ചാ എനിക്ക് ഈ കോഴിയും പശുവുമായിരുന്നു ആദ്യം. അപ്പം ഞായറാഴ്ച കോഴി മുട്ടയിട്ടാൽ എടുക്കാതിരിക്കാൻ പറ്റുമോ?
പശുവിനെ കറക്കാതിരിക്കാൻ പറ്റുമോ? അപ്പം ഞാൻ ചോദിച്ചു, എന്നിട്ട് ഞാൻ അച്ഛന്മാരോട് ചെന്ന് ചോദിച്ചു. അച്ഛന്മാർ പറഞ്ഞു അതൊന്നും സാരമില്ല, നീ അങ്ങ് എടുത്തോ. എനിക്കൊട്ടും സ്വസ്ഥതയില്ല. ഞാൻ ഒരു കൽപ്പന തെറ്റിക്കുന്നു എന്നൊരു തോന്നല്. ഞാൻ ചോദിച്ചു, എന്നിട്ട്? ഞാൻ ഈശോയോട് ചോദിച്ചു. ഈശോ പറഞ്ഞു, കോഴിയിടുന്ന മുട്ട നീ എടുത്തോ, പശുവിൻ്റെ പാല് നീ കറന്നോ, പക്ഷെ ഞായറാഴ്ച കിട്ടുന്നത് നീ നിൻ്റെ ആവശ്യത്തിനെടുക്കാതെ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക്, അച്ഛാ ഇന്ന സ്ഥലത്ത് സിസ്റ്റേഴ്സൊക്കെ നടത്തുന്നൊരു ഓർഫനേജ് ഉണ്ട്, ഞാൻ ഈ ഞായറാഴ്ചത്തെ വരുമാനം കൂട്ടിവയ്ക്കും, ഒരു 4 ആഴ്ച, 1 മാസം, ചിലപ്പോൾ 2 മാസമാവും, അന്ന് ഞാൻ അതുകൊണ്ടുപോയി അവർക്ക് കൊടുക്കും. അങ്ങനെ അച്ഛാ ഞാൻ ഈ കൽപ്പന പാലിച്ചത്. ആ മനുഷ്യൻ്റെ മുമ്പിലിരുന്നപ്പോൾ എനിക്ക് അല്പം ചെറുതായി തോന്നി. ഒരു സാധാരണ കൃഷിക്കാരൻ, 4ാം ക്ലാസ് വിദ്യാഭ്യാസം. പിന്നെയാണ് ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചത്, ചേട്ടൻ്റെ മക്കളൊക്കെ? അച്ഛാ, ദൈവം മക്കളെ അങ്ങ് അനുഗ്രഹിച്ചു. എൻ്റെ മോൻ MBBS കഴിഞ്ഞ് MDയും കഴിഞ്ഞ് ഇപ്പോൾ ഇംഗ്ലണ്ടിലൊരു ഹോസ്പിറ്റൽ ഡോക്ടറാണ്. മോള് വിവാഹം കഴിച്ചയച്ചിരിക്കുന്നത് ന്യൂസിലൻഡിലാണ്. ന്യൂസിലൻഡിൽ ഗവൺമെൻറ് ജോലിയാണ് അവൾക്ക്. 10-15 ലക്ഷം രൂപ അവൾക്ക് ശമ്പളമുണ്ട്, അവനും നല്ല ശമ്പളമുണ്ട്. ഈ അപ്പന് പറയാൻ ഒരൊറ്റ കാര്യമുള്ളൂ, ഞങ്ങൾ മനസ്സറിവോടുകൂടി ഒരു കൽപ്പന തെറ്റിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ പറയുമ്പോൾ ഞാനൊരു സാധാരണ കുടുംബത്തിൻ്റെ കഥ പറഞ്ഞത് എന്തിനാ? നമുക്ക് ഭയങ്കര വ്യഗ്രതയാ, ഇന്ന് ഭയങ്കര വ്യഗ്രതയാ. ദൈവ നിയമത്തിൻ്റെ കീഴിലെ രക്ഷ അനുഭവിക്കാൻ പറ്റും. ദൈവ കൽപ്പനയുടെ കീഴിലെ വാഗ്ദാനം അനുഭവിക്കാൻ പറ്റൂ. ഇത് നമ്മൾ ഓർക്കണം. ഒരു സഹോദരി കോവിഡൊക്കെ കഴിഞ്ഞപ്പോൾ അവർ എടപ്പള്ളിയിലാണ്. അപ്പോൾ അവർക്ക് ഒരു കടയുണ്ട്. കോവിഡിന് മുമ്പ് നല്ല വരുമാനം ഉണ്ടായിരുന്നതാണ്. ഭർത്താവിന് ചെറിയ രോഗമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ കടയിൽ കോവിഡൊക്കെ കഴിഞ്ഞപ്പോൾ കച്ചവടമൊന്നുമില്ല. അപ്പോൾ അടുത്ത 2-3 ചേച്ചിമാരാണ് അടുത്ത കടകൾ നടത്തുന്നത്. എന്തോ ഒരു ജ്യോതിഷനോ ഒരു പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയോ അവിടെ വന്നു. അപ്പോൾ ഈ സഹോദരിയോട് അവർ പറഞ്ഞു, ഇന്നയാൾ, അയാൾ പ്രാർത്ഥിക്കാനൊക്കെ പോകുന്ന ഒരു ജ്യോത്സ്യനാണ്, നിൻ്റെ കടയിൽ കൊണ്ടുവരട്ടെ. എൻ്റെ കടയിലും പ്രശ്നമുണ്ട് അച്ഛാ, അത് കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, പക്ഷെ കൂട്ടുകാരി പറഞ്ഞതുകൊണ്ട് ഞാനും കൊണ്ടുവന്നു. പക്ഷേ അച്ഛാ, അന്ന് മുതൽ എനിക്കിപ്പോൾ കട തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ടായി. പക്ഷെ അവർക്ക് പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു, ചേച്ചി, നമ്മൾ നിൽക്കുന്നത് അവർ നിൽക്കുന്ന നിയമത്തിൻ്റെ കീഴിലല്ല. ഒരു കാര്യം ഓർക്കണം, അവർ നിൽക്കുന്ന നിയമത്തിൻ്റെ കീഴിൽ അല്ല നിൻ്റെ കുടുംബം നിൽക്കുന്നത്. അവർ നിൽക്കുന്ന കൽപ്പനയുടെ കീഴിലല്ല. നീ പറയണം, ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ ജോലി, എൻ്റെ ബിസിനസ്, എൻ്റെ വരുമാന മാർഗം ദൈവ കൽപ്പനയുടെ കീഴിലാണ്. എന്നെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വയനാട്ടിലെ അപ്പച്ചൻ. 4ാം ക്ലാസ് വിദ്യാഭ്യാസം. പക്ഷേ ആ മനുഷ്യൻ്റെ ഒരു ആഴപ്പെട്ടൊരു ബോധ്യമുണ്ട്. ആ ബോധ്യമായിരിക്കുമല്ലോ 10 കൽപ്പനകൾ, ദൈവകൽപ്പനകൾ ഫ്രെയിം ചെയ്ത് തിരുസ്വരൂപത്തോടൊപ്പമൊക്കെ അദ്ദേഹം സൂക്ഷിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ അങ്ങനെ അദ്ദേഹത്തിന് ദൈവകൽപ്പനയോടുള്ള ബന്ധം നമുക്ക് എന്തുണ്ട്? നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ കുടുംബം ദൈവകൽപ്പനയുടെ കീഴിലാണോ? എൻ്റെ ബിസിനസ് ദൈവകൽപ്പനയുടെ കീഴിലാണോ? എൻ്റെ ജോലി ദൈവകൽപ്പനയുടെ കീഴിലാണോ? എൻ്റെ പഠനം ദൈവകൽപ്പനയുടെ കീഴിലാണോ? ദൈവകൽപ്പനയുടെ കീഴിൽ മാത്രമേ നന്മയുണ്ടാകൂ. ദൈവകൽപ്പനയുടെ കീഴിൽ മാത്രമേ രക്ഷയുണ്ടാകൂ. അപ്പോൾ ഔസേപ്പിതാവ് നമ്മളോട് പറയുന്നത് ദൈവകൽപ്പന അനുസരിക്കുന്ന ഒരു കുടുംബമാകാനാ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ ഒന്നാകും. യോഹന്നാൻ 15:10. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ ഒന്നാകും. എന്തിനാണ് ഈ കൽപ്പനകൾ പാലിക്കാൻ യേശു പറയുന്നത്? അതിനാണ് അടുത്ത വചനം, യോഹന്നാൻ 15:11. ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ വരാൻ, നിങ്ങളുടെ സന്തോഷം
പൂർണ്ണമാകാൻ വേണ്ടിയാണ്. യേശു എന്ന സന്തോഷം, യേശു നൽകുന്ന സന്തോഷം ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ജോസഫ് ഒരു കൽപ്പന അനുസരിച്ചത് കൊണ്ടാണ്. യേശു എന്ന പറുദീസ, യേശു എന്ന വാഗ്ദാനം ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ജോസഫ് ഒരു കൽപ്പനയുടെ കീഴിൽ നിന്നു. ഞാൻ എന്ന കുടുംബനാഥൻ, ഞാൻ എന്ന കുടുംബനാഥ, ഞാൻ എന്ന വ്യക്തി ദൈവകൽപ്പനകൾ അനുസരിക്കാൻ എന്ത് പ്രാധാന്യം, എന്ത് ത്യാഗമെടുക്കുന്നു? ഇതൊരു ഗൗരവപ്പെട്ട ചോദ്യമാണ്. ഗൗരവപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യം നമ്മൾ ചോദിക്കണം. ഇത് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ വിസ്മരിക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. കൊന്ത ചെല്ലുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, ഭക്താഭ്യാസങ്ങൾ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയും, ദൈവകൽപ്പനകളുടെ കീഴിലെ ദൈവരക്ഷ പൂവണിയുകയുള്ളൂ. രക്ഷ ദൈവകൽപ്പനകളുടെ കീഴിലെ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് മനസ്സിലാക്കണം. നീ ഏത് ജീവിതാന്തസ്സിൽപ്പെട്ട വ്യക്തിയാകട്ടെ, ഒരു കൽപ്പനയുടെ കീഴിലാണ് നീ. നീ ഒരു പുരോഹിതനാണെങ്കിൽ നിനക്കൊരു പൗരോഹിത്യത്തിൽ നൽകുന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ കീഴിൽ നീ നിൽക്കണം. അതിൻ്റെ കീഴിലേ നിന്റെ പൗരോഹിത്യം രക്ഷാകരമാകൂ. നീ ഒരു ദാമ്പത്യ ജീവിതം, ആ ദാമ്പത്യ ജീവിതത്തിലൊരു കൽപ്പനയുണ്ട്. ഉദാഹരണത്തിന് വിവാഹ ജീവിതത്തെ ആശീർവദിച്ചുകൊണ്ട് ദൈവം നൽകുന്ന കൽപ്പന എന്താ? നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായിട്ട് വരിക. ഇന്ന് കല്യാണം കഴിക്കുമ്പോൾ തന്നെ അതിന് മുമ്പ് തന്നെ ചിന്ത, തൽക്കാലം എങ്ങനെ ഇപ്പോൾ മക്കളെ വേണ്ടാതെ ജീവിക്കാമെന്നതാ. ഈ കൽപ്പന തെറ്റുന്നു. ഈ കൽപ്പന തെറ്റുന്നു. പ്രത്യേകിച്ച് നമ്മൾ പറയുക, നമ്മൾ ചിലർ പറയുമല്ലോ, ചില സമൂഹങ്ങളൊക്കെ ഇന്ന് വല്ലാതെ വളരുന്നു, സാമ്പത്തികമായിട്ട് വളരുന്നു, ഭൂമി കൈവശമാക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ചില സമൂഹങ്ങൾ വളരുന്നു. മിഡിൽ ഈസ്റ്റിലേക്കൊക്കെ പോകുമ്പോൾ ദുബായ്, അബുദാബി, ഖത്തർ, ഒമാൻ, ഇവിടേക്ക് പോകുമ്പോൾ നമ്മൾ പറയുന്ന കാര്യമുണ്ട്, എത്ര പെട്ടെന്ന വളർച്ച. ഈ കൽപ്പന മറ്റു ചിലരും പാലിക്കുന്നുണ്ട്. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായിട്ട് പെരുകുക. ഇത് വിവാഹത്തിൽ നൽകുന്നൊരു കൽപ്പനയാണ്. നമ്മൾ 1 മതി, 2 മതി എന്നുവെച്ചാൽ വിവാഹത്തെ ആശീർവദിച്ചുകൊണ്ട് ദൈവം പറയുന്നതാ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായിട്ട് പെരുകുക. ഈ കൽപ്പനയെ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ വിവാഹ ജീവിതത്തിലൊരു കൽപ്പന പാലിക്കുന്നുണ്ടോ? കുടുംബജീവിതത്തിലൊരു കൽപ്പന പാലിക്കുന്നുണ്ടോ? ദാമ്പത്യ ജീവിതത്തിൽ കൽപ്പന പാലിക്കുന്നുണ്ടോ? പൗരോഹിത്യ സമർപ്പിത ജീവിതത്തിൽ ദൈവകൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞത് എന്താ? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തോടൊന്നായി നിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്നോടൊന്നാകും. ഔസേപ്പിതാവിൻ്റെയും മറിയത്തിൻ്റെയും അടുത്ത് നമ്മൾ യേശുവിനെ കാണുന്നു. ഔസേപ്പിതാവിൻ്റെ മടിയിൽ യേശുവിനെ കാണുന്നു, മറിയത്തിൻ്റെ മടിയിൽ യേശുവിനെ കാണുന്നു. യേശു അവരുടെ അടുത്തേക്ക് വന്നത് അവർ ഒരു ദൈവ കൽപ്പനയ്ക്ക് പ്രാധാന്യം കൊടുത്തു, ദൈവകൽപ്പന അനുസരിക്കുന്നവരായിട്ട് മാറി. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ആ ഒരു ദൈവിക ഇടപെടൽ, ആ ഒരു രക്ഷാകര ചരിത്രം അവരുടെ ജീവിതത്തിലേക്ക് വരുവാൻ കാരണമായി. ഇത് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഔസേപ്പിതാവിൻ്റെ പിന്നാലെ യാത്ര തുടരുമ്പോൾ, ഒരു സാധാരണ കുടുംബനാഥൻ്റെ പിന്നാലെ നമ്മൾ നടക്കുമ്പോൾ, ആ കുടുംബനാഥൻ നമ്മളോട് പറയുന്നത്, മക്കളെ അറിഞ്ഞുകൊണ്ട് ദൈവകൽപ്പനകൾ തെറ്റിക്കല്ലേ, ദൈവകൽപ്പനകൾ തെറ്റിക്കല്ലേ, ദൈവകൽപ്പനകളോട് വിശ്വസ്തത കാണിക്ക്. ദൈവം നൽകിയിരിക്കുന്ന കൽപ്പന, തിരുസഭയുടെ കൽപ്പന, ഇതിനോട് വിശ്വസ്തത കാണിക്ക്. ഇന്ന് നമുക്കിത് പ്രാധാന്യമില്ല, നമുക്ക് പ്രാധാന്യം കുറഞ്ഞു പോയി. അല്ലെങ്കിൽ കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്, അല്ലെങ്കിൽ ദൈവകൽപ്പനകൾ നമുക്കറിയാം, നമുക്കിത് പ്രാധാന്യമില്ല. നമുക്ക് വേറെ ചില ഭക്താഭ്യാസങ്ങളിലേക്ക്, ഭക്തകാര്യങ്ങളിലേക്ക് നമ്മൾ ആയി മാറുന്നു എന്നതാണ് ഏറ്റവും വലിയ അപകടം. അപ്പോൾ ദൈവകൽപ്പനകൾ അനുസരിക്കുന്ന ഒരു സ്ഥലത്താണ് രക്ഷ വരുന്നത്. ഒരിക്കൽ ഒരു ധ്യാനം നടക്കുകയാണ്. ഈ ധ്യാനത്തിൻ്റെ തലയാഴ്ച ധ്യാനം ഒരുക്കാൻ വേണ്ടിയൊക്കെ ഞങ്ങൾ പോകും. തലേ ഞായറാഴ്ച കുർബാനയിൽ പ്രസംഗമൊക്കെ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു,
രാവിലെ 5:30 മുതൽ 7 മണി വരെ, വൈകുന്നേരം 6:30 മുതൽ 9:30 വരെ ധ്യാനം. അപ്പോൾ ഒരു ഭർത്താവ് ഭാര്യ എൻ്റെ അടുത്ത് വന്നു, അച്ഛാ ഞങ്ങൾക്ക് ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, മുമ്പ് ഇത്രയും പേര് ജോലി ചെയ്തതെന്താ, ഇപ്പം ഞങ്ങൾ 2 പേരും കൂടി 10 പേരേ ഉള്ളൂ, 1.5 കോടി രൂപയുടെ കടബാധ്യത, ഞങ്ങൾ എങ്ങനെയാണ് 5 ദിവസം ഈ സ്ഥാപനമടച്ച് ധ്യാനത്തിന് വരുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഈശോ പറയുന്നത് പോലെ ചെയ്യും, കാരണം അവരുടെ പ്രശ്നം വലുതാണ്. ഞാനവരോട് 5 ദിവസം ധ്യാനത്തിന് വരണം, കടയടയ്ക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ധ്യാനം മുമ്പോട്ട് പോയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ കുടുംബം ഒരുമിച്ച് ധ്യാനം കൂടുന്നുണ്ട്. അവരെൻ്റെ അടുത്ത് വന്നു, അവർ പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ കടയിലൊന്ന് പ്രാർത്ഥിക്കാൻ വരാമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ധ്യാനം കൂടുന്നുണ്ടല്ലോ, അതിൻ്റെ ആവശ്യമുണ്ടോ? അവർ വീണ്ടും നിർബന്ധിച്ചപ്പോൾ ഞാൻ അവരുടെ കടയിൽ ചെന്നു. വലിയ ഒരു തിരുഹൃദയത്തിൻ്റെ രൂപം, അവർ സ്റ്റാഫിനെയൊക്കെ വിളിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമില്ലേ, എല്ലാവരും ധ്യാനിപ്പിക്കുന്ന അച്ഛന്മാരുടെ ചോദിക്കുന്നൊരു ചോദ്യമാണ്. കേട്ട് ഞാൻ മടുത്തു. അച്ഛാ എന്തെങ്കിലും തടസ്സമുണ്ടോ? എല്ലാവരും ചോദ്യമാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കടയുടെ പുറത്തേക്ക് വരിക, ആ കടയുടെ പേരൊന്ന് വായിക്കുക. അവർ കടയുടെ പേര് വായിച്ചു. അതിൻ്റെ അടിയിലത്തെ സെൻറ്റൻസ് ഒന്ന് വായിക്കുക. അടിയിലത്തെ സെൻറ്റൻസ് ഇങ്ങനെയാണ്, ഓപ്പണിംഗ് ഓൾ സൺഡേയ്സ്, എല്ലാ ഞായറാഴ്ചയും കട തുറക്കും. ഞാൻ പറഞ്ഞു, ഒരു കൽപ്പന തെറ്റുന്നതല്ല പ്രശ്നം, കൽപ്പന തെറ്റിക്കുമെന്ന് പരസ്യം കൊടുത്തിരിക്കുക. ഞാൻ പറഞ്ഞവർക്ക് മനസ്സിലായി കാണും. അവരത് മായ്ച്ചു കളഞ്ഞു. ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്, 29ാമത്തെ ദിവസം അവരുടെ വികാരിയച്ഛൻ്റെ കയ്യിൽ നിന്ന് ഫോൺ നമ്പർ മേടിച്ചിട്ട് എന്നെ വിളിച്ചു, അച്ഛാ 9 വർഷമായിട്ട് വിൽക്കാൻ പറ്റാതിരുന്ന സ്ഥലം വിറ്റു, കടബാധ്യത മാറി. 2018 ഇന്നും ഞാൻ ഓർക്കുന്നൊരു കാര്യം, തിരുവനന്തപുരത്തൊരു ധ്യാനത്തിന് പോകുമ്പോഴാണ് അവരുടെ 5ാമത്തെ സ്ഥാപനം ഹരിപ്പാടെന്ന് പറയുന്ന സ്ഥലത്ത് 5ാമത്തെ സ്ഥാപനത്തിൻ്റെ വെഞ്ചിരിപ്പിന് ഞാൻ പോയി. ഇപ്പോൾ 170 സ്റ്റാഫും ആയിട്ട് അവരുടെ ബിസിനസ് മുമ്പോട്ട് പോകുന്നുണ്ട്. ദൈവകൽപ്പനയുടെ കീഴിലെ രക്ഷ അനുഭവിക്കാൻ പറ്റൂ. ദൈവകൽപ്പനയുടെ കീഴിലെ രക്ഷ കയ്യിൽ വരൂ. അത് പഠിപ്പിക്കുന്നുണ്ട് ജോസഫ്. അപ്പോൾ നമ്മളും ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതിൽ ജാഗ്രത കാണിക്കുക. അതിന് ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥ അപേക്ഷിക്കുക. നമ്മളെ ഔസേപ്പിതാവ് വഴി ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ മണിക്കൂറിൽ ദൈവത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്ത, ദൈവത്തെ സ്നേഹിക്കുന്ന, എങ്ങനെ ദൈവത്തെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ഒരു പിതാവിനെ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. ഈശോ പറഞ്ഞു, യോഹന്നാൻ 14:15, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. 1 യോഹന്നാൻ 5:3, ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പന പാലിക്കുക എന്നാണ് അർത്ഥം. യോഹന്നാൻ 15:10, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. വളരെ വ്യക്തമാണ്, ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക. ദൈവത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുക. അതാണ് ഒന്നാമത്തെ കൽപ്പന. ഒന്നാമത്തെ കൽപ്പന ഇതാണ്: നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കുക. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. ഈ 3 കൽപ്പനകൾ ദൈവം മോശയ്ക്ക് കൊടുത്തുവെങ്കിൽ ഈശോ അതിനെ ഒറ്റ കൽപ്പനയിലേക്ക് കൊണ്ടുവന്നു: എല്ലാത്തിനും ഉപരി ദൈവത്തെ സ്നേഹിക്കുക. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സംഭവിക്കുന്ന അടുത്ത കാര്യം, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഓട്ടോമാറ്റിക്കായി സഹോദരങ്ങളെ സ്നേഹിക്കും. ഈശോ പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിൽ ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങൾ ഒന്നായിരിക്കുക എന്നിൽ. എങ്ങനെ? എൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട്. ഒറ്റ കൽപ്പനയേ ഉള്ളൂ: സ്നേഹിക്കുക. യോഹന്നാൻ പഠിപ്പിക്കുന്നുണ്ട്, ദൈവം സ്നേഹമാണ്. അപ്പോൾ എന്താണ് പാപം? സ്നേഹത്തിനെതിരായിട്ട് എന്തൊക്കെ ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുവോ, സ്നേഹത്തിന് എതിരായിട്ട് എന്തൊക്കെ ഒരാളുടെ ജീവിതത്തിൽ വരുന്നുവോ, അതിനെ വിളിക്കുന്ന പേരാണ് പാപം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. റോമ 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് മാറുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ ദൈവകൽപ്പന അനുസരിക്കുക എന്നതാണ് എന്ന് നമ്മൾ കണ്ടു. എന്ന് വെച്ചാൽ ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവർക്ക് എല്ലാം നന്മയായിട്ട് മാറും. ബൈബിളിൽ ഏതൊക്കെ വാഗ്ദാനം നമ്മൾ കണ്ടുമുട്ടുന്നുവോ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഏതൊക്കെ വാഗ്ദാനങ്ങളുണ്ടോ, ആ വാഗ്ദാനങ്ങളുടെ തൊട്ട് മുകളിൽ ഒരു കൽപ്പനയുണ്ട്. എല്ലാ വാഗ്ദാനങ്ങളും കിടക്കുന്നത് ഒരു കൽപ്പനയുടെ കീഴിലാണ്. എന്ന് വെച്ചാൽ യേശു അവനോട് പറഞ്ഞു, അവൻ പറഞ്ഞു, എനിക്കറിയാം നിയമങ്ങൾ. യേശു ഉടനെ അവനോട് പറഞ്ഞൊരു വാക്കുണ്ട്, നീ ദൈവരാജ്യത്തിൽ നിന്നകലെയല്ല. അപ്പോൾ ദൈവകൽപ്പനകൾ അനുസരിക്കുക എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ, ദൈവരാജ്യത്തിൻ്റെ കീഴിൽ നിൽക്കുക എന്നതാണ്. ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ മാത്രമേ
ദൈവിക വാഗ്ദാനങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റൂ. നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർക്കാം. ദൈവകൽപ്പനകളോട് ഞാൻ എന്ത് വിശ്വസ്തത കാണിക്കുന്നു. വചനം പറയുന്നു, ജോസഫ് ദൈവം കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. കമാൻമെൻറ്റ്സ്, കൽപ്പനകൾ അനുസരിക്കുന്ന ഒരു പിതാവാണ് ജോസഫ്. എങ്ങനെ കൽപ്പന അനുസരിക്കണം? നമ്മൾ ഓർത്തു നോക്കുക, എങ്ങനെയാണ് ഞാൻ ദൈവകൽപ്പന അനുസരിക്കുന്നത്? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ കൽപ്പന പാലിക്കും. നമ്മൾ പല കാര്യവും ചെയ്യും. ചിലർ ഉപവാസം എടുക്കും, ചിലർ ഒരുപാട് കൊന്ത ചെല്ലും, ചിലർ ഒരുപാട് പരിത്യാഗപ്രവൃത്തികൾ ചെയ്യും. അതൊന്നും തെറ്റല്ല, അതെല്ലാം നല്ലതാണ്. പക്ഷേ ഒരാളുടെ ദൈവസ്നേഹം വെളിപ്പെടേണ്ടത് അയാൾ എങ്ങനെ ദൈവകൽപ്പനയോട് വിശ്വസ്തത കാണിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ദൈവകൽപ്പന അനുസരിക്കുന്ന വ്യക്തിയാണോ? നമ്മളത് ആത്മാർത്ഥമായിട്ട് പരിശോധിക്കുക. ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിനാണോ? ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിനാണോ? ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ഭരണം വരും, സ്നേഹത്തിൻ്റെ ഭരണം വരും. ഞാൻ സ്നേഹം കൊടുക്കുന്ന വ്യക്തിയാകും, ഞാൻ ക്ഷമ കൊടുക്കുന്ന വ്യക്തിയാകും, ഞാൻ സന്തോഷം കൊടുക്കുന്ന വ്യക്തിയാകും, ഞാൻ സമാധാനം കൊടുക്കുന്ന വ്യക്തിയാകും. എൻ്റെ ഉള്ളിൽ ഒന്നാം സ്ഥാനം ദൈവത്തിനാണോ? അവർ വിഗ്രഹം ഉണ്ടാക്കി, എൻ്റെ ഉള്ളിൽ ഒരു വിഗ്രഹമുണ്ടോ? സംടൈംസ് മൈ ജോബ്, മൈ ബിസിനസ് ക്യാൻ ബിക്കം ആൻ ഐഡൽ ഇൻ മൈ ലൈഫ്. എൻ്റെ ഉള്ളിൽ എൻ്റെ ജോലി ഒരു വിഗ്രഹമാകാം. ഒന്നാം സ്ഥാനം ജോലിക്ക്, ഒന്നാം സ്ഥാനം ബിസിനസ്സിന്, ഒന്നാം സ്ഥാനം മക്കൾക്ക്, ഒന്നാം സ്ഥാനം എൻ്റെ പ്രൊഫഷന്. ദെൻ ഇറ്റ് ബിക്കംസ് ദ ഐഡൽ ഇൻ യുവർ ലൈഫ്. അത് നിൻ്റെ ജീവിതത്തിലൊരു വിഗ്രഹമാണ്. ഇപ്പോൾ നീ ഒരു ശുശ്രൂഷകനായിരിക്കാം, ഒരു വചനപ്രഘോഷനാകാം. നീ ആ ദൈവത്തെക്കാൾ പ്രാധാന്യം ആ ശുശ്രൂഷയ്ക്ക് കൊടുത്താൽ ദാറ്റ് പർട്ടിക്കുലർ മിനിസ്ട്രി ഈസ് ബിക്കം ആൻ ഐഡൽ ഇൻ യുവർ ലൈഫ്. ആ ശുശ്രൂഷ ഒരു വിഗ്രഹമായിട്ട് മാറും. ദൈവത്തെക്കാൾ പ്രാധാന്യം എന്തിനൊക്കെ കൊടുത്താലും, അത് ഏത് വ്യക്തിക്ക് എന്തിനു കൊടുത്താലും അത് വിഗ്രഹമാണ്. അവർക്ക് സ്വർണത്തിന് വില തോന്നി, അതുകൊണ്ട് അവർ കാളക്കുടി ഉണ്ടാക്കി. ദൈവത്തെക്കാൾ വില അവർക്ക് സ്വർണത്തിന് തോന്നിയത് കൊണ്ട് അവർ സ്വർണം കൊണ്ട് കാളക്കുട്ടി ഉണ്ടാക്കി. അതവർക്ക് വിഗ്രഹമായിട്ട് മാറി. എന്തിന് ദൈവത്തെക്കാൾ വില കൊടുക്കുന്നുവോ അത് വിഗ്രഹമാണ്. വചനം പറയുന്നു, കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. ഓർക്കുക, നിങ്ങളുടെ വീട് ആശീർവദിക്കപ്പെട്ടിരിക്കുന്നത് ദൈവനാമത്തിലാണ്. നിങ്ങൾ വിവാഹിതരായപ്പോൾ ആശീർവദിക്കപ്പെട്ടത് ദൈവനാമത്തിലാണ്. നിങ്ങളൊരു കാറ് മേടിക്കുമ്പോൾ വൈദികൻ ആശീർവദിക്കുന്നത്, വെഞ്ചരിക്കുന്നത് ദൈവനാമത്തിലാണ്. എത്ര പ്രാവശ്യമാണ് കുരിശ് വരയ്ക്കുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുരിശ് വരയ്ക്കുന്നത്. എന്നിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ, നമ്മുടെ ശരീരത്തിൽ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ദൈവനാമത്തെ അവഹേളിക്കുന്നു. ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് ദ സെക്കൻഡ് കമാൻഡ്മെൻറ്റ്. തേർഡ്, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. എങ്ങനെയാണ് ഞാൻ ഞായറാഴ്ച ആചരിക്കുന്നത്? അന്നൊരു വേലയും ചെയ്യരുത്. എങ്ങനെ ഞാൻ ആ കമാൻഡ്മെൻറ്റ്? മാതാപിതാക്കളെ ബഹുമാനിക്കുക. കൊല്ലരുത് എന്ന് ഈശോ പറഞ്ഞത് ഇതാ, സഹോദരനെ ബോഷായി എന്ന് വിളിക്കുന്നവൻ, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. വ്യഭിചാരം ചെയ്യരുത് എന്ന് മോശയോട് പറഞ്ഞെങ്കിൽ ഈശോ പറഞ്ഞു, ആസക്തിയോട് നോക്കുന്നവൾ വ്യഭിചാരം ചെയ്യുന്നു. മോഷ്ടിക്കരുത്, കള്ളസാക്ഷി നൽകരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. കൽപ്പനകൾ നമുക്കറിയാം. എന്തോരം നമ്മൾ ഇതിനോട് വിശ്വസ്തത കാണിക്കുന്നു. നമ്മൾ ഈ തടസ്സമെന്നൊക്കെ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ണും പൂട്ടി ദൈവകൽപ്പനകളോട് വിശ്വസ്തത കാണിക്കുക. അവിടെ മാറാത്ത തടസ്സങ്ങളില്ല, അവിടെ അഴിയാത്ത കെട്ടുകളില്ല, അവിടെ ഇറങ്ങാത്ത വാഗ്ദാനങ്ങളില്ല. അതിനാൽ നമ്മുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളെയും ഓർത്ത്, യേശുവേ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. കൽപ്പനകൾ ഇന്നലകളിൽ തെറ്റിയതിനെ ഓർത്ത്, ദൈവകൽപ്പനകൾക്ക് വിരോധമായിട്ട് നടന്നതിനെ ഓർത്ത്, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം മറ്റു പലതിനും കൊടുത്തതിനെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. യേശുവേ കരുണയായിരിക്കണമേ. പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ.
കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. നമ്മളോട് സുവിശേഷം പറയുന്നൊരു കാര്യം, ഈശോ പറയുന്നൊരു കാര്യം, ഞാൻ നിങ്ങൾക്കൊരു കൽപ്പന തരുന്നു, നിങ്ങൾ സ്നേഹിക്കുക. നമ്മളെങ്ങനെ ദൈവത്തെ സ്നേഹിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നൊരു വ്യക്തിയാണ് ജോസഫ്. ദൈവത്തിന് ഒന്നാം സ്ഥാനം ജീവിതത്തിൽ കൊടുക്കുക. അപ്പോൾ ബാക്കി എല്ലാവർക്കും നമ്മൾ ഇടം കൊടുക്കും. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾക്ക് എൻ്റെ ജീവിതത്തിൽ ഇടമുണ്ടാകും. എന്നെ വേദനിപ്പിക്കുന്ന ജീവിത പങ്കാളിക്ക് എൻ്റെ ജീവിതത്തിൽ ഇടമുണ്ടാകും. എന്നെ തള്ളിപ്പറയുന്നവർക്ക് എൻ്റെ ജീവിതത്തിൽ ഇടമുണ്ടാകും. ദൈവത്തിന് ഏറ്റവും നല്ല ഡെഫിനിഷൻ കൊടുത്ത പുസ്തകത്തിൻ്റെ പേരാണ് ബൈബിൾ. ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. ഞാൻ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയായിക്കോട്ടെ, ഞാൻ സ്നേഹം കൊടുക്കുന്ന വ്യക്തിയാണോ? ഞാൻ എങ്ങനെ ദൈവത്തെ ആരാധിക്കുന്നു? ഞാൻ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നു? ഞാൻ എൻ്റെ സഹോദരങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നു? പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹത്തിലേക്ക് നമ്മൾ വളരുക. ദൈവത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുക. ഏത് കാര്യത്തിലും, ഏത് നിമിഷവും, ഏത് സാഹചര്യത്തിലും ദൈവത്തിന് ഒന്നാം സ്ഥാനം ഞാൻ കൊടുക്കുന്നുണ്ടോ? നമുക്ക് വന്നുപോയ വീഴ്ചകളെ ഓർക്കാം. ഞാനെന്ന കുടുംബനാഥ, ഞാനെന്ന വ്യക്തി എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ദൈവകൽപ്പനകളിൽ വീഴ്ച വന്നു? ഒരിക്കൽ കൂടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ. കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഒരു നിമിഷം നമ്മൾ കുർബാനയുടെ മുമ്പിലായിരിക്കുമ്പോൾ വചനം പറയുന്നുണ്ടല്ലോ, അനുദപിക്കുന്നൊരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. ഏറ്റവും വലിയ ഗിഫ്റ്റ് അനുദപിക്കുവാനുള്ള കൃപയാണ്. എൻ്റെ ജീവിതത്തിൽ എവിടെയെല്ലാം ദൈവം മൈനസായോ അവിടെയെല്ലാം ദൈവത്തെ ഞാൻ ഒന്നാം സ്ഥാനത്ത് നിർത്തുക. എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ, എൻ്റെ ജോലിയിൽ, എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ സകല കാര്യങ്ങളിലും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. ചിലപ്പോൾ ഒരു ജോലി, ബിസിനസ്, എൻ്റെ പ്രൊഫഷൻ, എൻ്റെ സമ്പത്ത്, എൻ്റെ ബന്ധങ്ങൾ എനിക്ക് വിഗ്രഹങ്ങളായി മാറും എന്ന് ഞാൻ പറഞ്ഞു. ചിലപ്പോൾ മറ്റു ചില വിഗ്രഹങ്ങളുണ്ടാകാം. ദ ഇന്നർ വൂൺസ് ക്യാൻ ബിക്കം ദ ഐഡൽ ഇൻ അവർ ലൈഫ്. ചിലർ പറയില്ലേ, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, നിരാശയാണ്, ഭയമാണ്, ആകുലതയാണ് എന്ന് വെച്ചാൽ അവരെ ഭരിക്കുന്നത് ആകുലതയാണ്, അവരെ ഭരിക്കുന്നത് ഭയമാണ്, അവരെ ഭരിക്കുന്നത് ദുഃഖമാണ്. നമ്മൾ ദുഃഖം എന്ന ഒന്നിൻ്റെ കീഴിലാണ്, നമ്മൾ ഭയം എന്ന ഒന്നിൻ്റെ കീഴിലാണ്, നമ്മൾ ആകുലത എന്ന ഒന്നിൻ്റെ കീഴിലാണ്. ദെൻ ഇന്നർ വൂൺസ് ക്യാൻ ബിക്കം ആൻ ഐഡൽ ഇൻ അവർ ലൈഫ്. ആന്തരിക മുറിവുകൾ, ഭയം ഒരാന്തരിക മുറിവാണ്, ദുഃഖം ഒരാന്തരിക മുറിവാണ്, നിരാശ ഒരാന്തരിക മുറിവാണ്. ഞാൻ എന്നെ നിയന്ത്രിക്കുന്നത് ഒരു കാര്യം ചെയ്യുമ്പോൾ പഠിച്ചു, പരീക്ഷ എഴുതാൻ ചെല്ലുമ്പോൾ ഭയം എന്ന് വെച്ചാൽ ഞാൻ ഭയത്തിൻ്റെ കീഴിലാണ്, ഭയങ്കര ടെൻഷനാണ്. അപ്പം ഞാൻ ആകുലതയുടെ കീഴിലാണ്. എന്നാൽ ഞാൻ അതിൻ്റെ കീഴിൽ നിന്ന് എൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരണം. എന്നെ ഭരിക്കേണ്ടത് ദൈവമാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് മേഖലകളുണ്ട്. ചിലപ്പോൾ ഞാൻ ദൈവത്തെ സ്കിപ്പ് ചെയ്യും, ദൈവത്തെ മാറ്റി നിർത്തും. കാരണം ദൈവത്തിന് ആ സ്പേസിൽ ഇടവില്ല. എൻ്റെ സ്വകാര്യതയുടെ നിമിഷങ്ങളിൽ എനിക്ക് ദൈവത്തെ അംഗീകരിക്കാനോ സ്നേഹിക്കാനോ പറ്റുന്നില്ല. എനിക്ക്
ദൈവം കാണാത്ത, ദൈവം കടന്നു വരാൻ പാടില്ലാത്തൊരു സ്വകാര്യത എനിക്കുണ്ട് എങ്കിൽ ആ സ്വകാര്യത നിൻ്റെ അപകടക്കുഴിയാണ്. ഈശോ കടന്നു വരാത്ത ബാക്കി എല്ലാ 90% സ്പേസിലും ഞാൻ യേശുവിനെ വയ്ക്കുന്നു. എന്നാൽ ഒരു 10%, ഒരു 2% അവിടെ യേശു വേണ്ട. യേശു വേണ്ട എന്ന് തീരുമാനിക്കുന്ന ചില സ്വകാര്യതകൾ എനിക്കുണ്ട്. യേശു വേണ്ട എന്ന് തീരുമാനിക്കുന്ന ചില ബന്ധങ്ങൾ എനിക്കുണ്ട്. യേശു കടന്നു വരണ്ട എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന, യേശുവിന് ഇടം കൊടുക്കാത്ത ചില ഇടങ്ങൾ എനിക്കുണ്ട് എങ്കിൽ അത് നിൻ്റെ ജീവിതത്തിൻ്റെ അപകടക്കുഴിയാണ്. നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർക്കാം. എൻ്റെ ജീവിതത്തിൽ എവിടെയെല്ലാം ഞാൻ യേശുവിനെ മാറ്റി നിർത്തുന്നുവോ അതെല്ലാം എനിക്ക് അപകടമുണ്ടാക്കും. അതിനാൽ എല്ലാ സാഹചര്യങ്ങളിലും, എല്ലാ സമയങ്ങളിലും, എല്ലാ നിമിഷങ്ങളിലും, എല്ലാ മുഹൂർത്തങ്ങളിലും ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്ത ഒരു വളർത്തുപിതാവ് നമ്മളോട് പറയുകയാണ്, നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇടം കൊടുക്കാത്ത എല്ലാ നിമിഷങ്ങളെയും ഓർത്ത് അനുദപിക്കാൻ. ഒരിക്കൽ കൂടി നമുക്ക് ആ വരികളോട് ചേർന്ന് എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവ്യകാരണത്തിന് മുമ്പിലായിരിക്കുന്ന ഓരോ വ്യക്തിയും മനസ്സിൽ അനുതാപത്തോടെ പ്രാർത്ഥിക്കുക. ദൈവമേ, എനിക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ നിൻ്റെ കരുണയിൽ സമർപ്പിക്കുന്നു. എനിക്കാകെയുള്ള യോഗ്യത നിൻ്റെ കരുണയിലാണ്. എനിക്ക് വിശ്വസിക്കാനുള്ളതും ആശ്രയിക്കാനുള്ളതും ഇത് നിൻ്റെ കരുണയിലാണ്. ഒരിക്കൽ കൂടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. പ്രാർത്ഥിക്കുക. കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ ധ്യാനിച്ചു. പ്രിയപ്പെട്ടവരെ, ജെറുസലേം ദേവാലയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിപ്പോകുന്നു. എസെക്കിയേൽ 11:12 ദൈവം പറഞ്ഞു, എന്തുകൊണ്ടാണ് മഹത്വം ഇറങ്ങിപ്പോയത് എന്ന് നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടില്ല. നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ പ്രമാണങ്ങൾ അനുസരിച്ചാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ചത്. ഞാൻ ചിന്തിക്കുക, ദൈവിക പ്രമാണങ്ങളാണോ എന്നെ വഴി നടത്തുന്നത്? അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള സാഹചര്യമാണോ? എൻ്റെ ചുറ്റുമുള്ളവരുടെ തീരുമാനങ്ങൾ, എൻ്റെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ, ഇതാണോ എന്നെ എൻ്റെ ജീവിതത്തെ വഴി നടത്തുന്നത്? നമ്മളിൽ ചിലരെയെങ്കിലും വഴി നടത്തുന്നത് ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ്. നമ്മളുടെ പലരെയും വഴി നടത്തുന്നത് ചില പ്രശ്നങ്ങളാണ്. നമ്മളെ പലരെയും വഴി നടത്തുന്നത് ചില പരാജയങ്ങളാണ്. നമ്മളെ പലരെയും വഴി നടത്തുന്നത് ചില രോഗങ്ങളാണ്. നമ്മളുടെ ചുറ്റുപാടുകൾ നമ്മളെ വഴി നടത്തുന്നു. നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ വഴി നടത്തുന്നു. നമ്മൾ ഒരിക്കലും രക്ഷയിലെത്തില്ല. നമ്മൾ ഒരിക്കലും രക്ഷ അനുഭവിക്കില്ല. നമ്മുടെ ചുറ്റുപാടുകളോ സാഹചര്യങ്ങളോ പ്രസൻറ്റ് സിറ്റുവേഷനോ ഒന്നുമല്ല നമ്മളെ വഴി നടത്തേണ്ടത്. നമ്മളെ വഴി നടത്തേണ്ടത് ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ കൃപയുമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ജോസഫ്. അതിന് നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനത്ത് ഏതൊരു കാര്യത്തിലും ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഭരണം, നമ്മുടെ അധികാരം ദൈവം ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരും. ഒരിക്കൽ കൂടി നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. നമുക്ക് കരങ്ങൾ കൂപ്പാം. നമ്മൾ ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരുപാട് മേഖലകളിൽ ഒരുപക്ഷെ ഞാൻ, എൻ്റെ കുടുംബം തടസ്സം അനുഭവിക്കുന്നുണ്ട്.
എല്ലാ തടസ്സങ്ങളും, എല്ലാ ഭൗതിക തടസ്സങ്ങളും ആത്മീയ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. അതിനാൽ ഇന്ന് നമ്മളോട് ഔസേപ്പിതാവ് ഓർമ്മിപ്പിക്കുന്നത്, ദൈവകൽപ്പനകൾ അനുസരിക്കുന്നൊരു ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റുക. വന്നുപോയ കഴിഞ്ഞകാല പാപത്തെ ഓർത്ത് അനുദപിച്ച് ദൈവത്തിൻ്റെ കൃപയെ സ്വീകരിക്കുക. നമുക്ക് ഈശോയെ സ്തുതിച്ച് ആരാധിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. റൂഹായേ വാ, സന്തോഷം താ, സന്താപം നീ ഏറ്റെടുക്കാൻ വാ. റൂഹായേ വാ, സന്തോഷം താ, സന്താപം നീ ഏറ്റെടുക്കാൻ വാ. റൂഹായേ വാ, സന്തോഷം താ, സന്താപം നീ ഏറ്റെടുക്കാൻ വാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള സമർപ്പണ പ്രാർത്ഥന. നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെയും വിശുദ്ധ ഔസേപ്പിതാവിന് സമർപ്പിച്ച് തുടർന്ന് വരുന്ന പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ വിശ്വസ്ത പുത്രനും ദൈവകുമാരനെ വളർത്തുവാൻ ഭരമേൽപ്പിക്കപ്പെട്ടവനുമായ വിശുദ്ധ യൗസേപ്പിതാവേ, ദൈവസ്നേഹവും വിശുദ്ധിയും കരുണയും നിറഞ്ഞു നിന്ന അങ്ങയെയാണല്ലോ തിരുക്കുടുംബത്തിൻ്റെ പരിപാലകനായി ദൈവം നിശ്ചയിച്ചത്. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളും ദൈവസ്നേഹത്തിലും വിശുദ്ധിയിലും കരുണയിലും വളരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഓരോ നിമിഷവും ദൈവഹിതം അന്വേഷിക്കുകയും ദൈവഹിതത്തിന് വിധേയപ്പെടുകയും ചെയ്ത വിശുദ്ധ യൗസേപ്പിതാവേ, അനുദിന ജീവിതത്തിൽ ദൈവഹിതം അന്വേഷിക്കുവാൻ, അതിന് വിധേയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങ് വഴി ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ അപേക്ഷകൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈശോയിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ.